യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് നിധി. ഞാൻ പത്തനംതിട്ട ജില്ല കല്ലുപ്പാറ എന്ന സ്ഥലത്തു നിന്ന് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ 2018 മുതൽ 18 ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. അത് അന്ന് എടുത്ത ഉടമ്പടിക്ക് എനിക്ക് അമ്മ മാതാവ്, ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ലൊരു ജോലി തന്ന് എന്നെ സഹായിച്ച് ഞാൻ അതിനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് 5 വർഷമായിട്ട് ഞാൻ ആ ജോലി അവിടെ തന്നെ സ്ഥിരമായി ജോലി ചെയ്യുന്നു. ആ ജോലിയുടെ വരുമാനം കൊണ്ട് എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തും. കഴിഞ്ഞ വർഷം 2022 നവംബറിൽ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പം എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഏജൻസിക്ക് കൊടുത്തപ്പം, ഞാൻ MBA പഠിച്ചതാണ്. അപ്പം ആപ്ലിക്കേഷൻ കൊടുത്തപ്പം അവർ എന്നോട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചു. പക്ഷേ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. ഞാൻ സെയിം കോളേജിൽ തന്നെയാണ് എൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തത്. പക്ഷേ 2 യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷേ എങ്ങും എന്നോട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഞാൻ 2003 ഗ്രാജുവേഷൻ പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ പക്ഷേ എങ്ങും ജോലി സ്ഥലത്ത് ചെന്നിടത്തൊന്നും എല്ലായിടത്തും എൻ്റെ MBA സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ആരും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല. ഞാനത് എടുത്തിട്ടുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം 2022 ഞാൻ ഏജൻസിയിൽ ചെന്നപ്പോൾ അവർക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. അത് വെച്ച് അവർക്ക് എൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ മീററ്റ് യൂണിവേഴ്സിറ്റി, UP മീററ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പം 20 വർഷമായി ഓൾമോസ്റ്റ് ഞാൻ അവിടെ ചെല്ലാതെ. എങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഒരു കാരണവശാലും ആ ഡിഗ്രി ഞാൻ അവിടെ ചെല്ലാതെ തരില്ലെന്ന്. എനിക്ക് ഇത്രയും ദൂരെ പോയി എനിക്ക് അത്രയും ലീവും കിട്ടത്തില്ല. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ പെട്ടെന്ന് അവിടെ ഉള്ളൊരു ആളിനെ എൻ്റെ അവിടെ പരിചയമുള്ള ഒരു അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ച് ആരെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പരിചയമുണ്ടോ? പുള്ളി പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് പറയാം, പക്ഷെ ഉറപ്പില്ല, അവർ ഡിഗ്രി നിങ്ങൾ വന്നാലേ ബൈ ഹാൻഡ് തരുവുള്ളൂ. അമ്മേൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു, ഞാൻ എങ്ങനെ പോകും. പക്ഷേ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെല്ലാതെ തന്നെ, അതിന് എൻ്റെ കോളേജിൽ നിന്നൊരു പേപ്പർ വേണമായിരുന്നു. അതിനും അമ്മ അവിടെ പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ത്രൂ ഒരു സാറിൻ്റെ നമ്പർ തന്ന് ആ സാർ വേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാക്കി എൻ്റെ ആ ഫ്രണ്ട് അവിടെ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്ത് എനിക്ക് 1 മാസത്തിനകം എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടി. എനിക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണെന്ന് വെച്ചാൽ 20 വർഷമായിട്ട്, അതും അങ്ങനെ ഒരു UP യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുക, നമ്മൾ പോകാതെ, എന്നെ വലിയൊരു കാര്യം അമ്മ എനിക്ക് നേടിത്തന്നത്. ആ ഡിഗ്രി അത് ഏറ്റവും വലിയൊരു എൻ്റെ നിയോഗം അമ്മ എനിക്ക് സാധിച്ചു തന്നത്. രണ്ടാമത്തേത്, എനിക്ക് പുറത്തേക്ക് പോകാൻ സാമ്പത്തികം വേണമായിരുന്നു. എനിക്ക് ഈ ജോലി മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ബാലൻസ് ആയിട്ട് വേറൊന്നുമില്ല. പക്ഷേ എൻ്റെ വസ്തു അത് എൻ്റെയും എൻ്റെ അമ്മാവൻ്റെയും പേരിലായിരുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് അത് തർക്കത്തിലാണ്. അത് എനിക്ക് വിൽക്കാനോ അത് വെച്ച് ലോൺ എടുക്കാനോ ഒന്നും സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ 2 പേരുടെ പേരിലും കിടക്കുന്നുണ്ട്. പോകാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നിയോഗം വെച്ചായിരുന്നു എനിക്ക് സാമ്പത്തികം കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മാവൻ്റെ അടുത്ത് സംസാരിച്ചപ്പം പുള്ളി അത് മേടിക്കാനായിട്ട് സമ്മതിക്കുകയും, ആദ്യമൊക്കെ പുള്ളി ഒരുപാട് കുറച്ച് വിലയാണ് പറഞ്ഞിരുന്നത്. എന്നുവെച്ചാൽ വെറും 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് അങ്ങനെ തർക്കത്തിൽ നിൽക്കുമായിരുന്നു. പക്ഷേ എന്തോ ഇവിടെ നിയോഗം വെച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പം പുള്ളിക്ക് ഞാനൊരു 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി മേടിച്ചത്. അത് കഴിഞ്ഞ് പുള്ളി എനിക്ക് ആ വസ്തുവിന് 25 ലക്ഷം രൂപ എനിക്ക് തന്ന്. അതുകൊണ്ട് എൻ്റെ വിസ ആപ്ലിക്കേഷന് വേണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റി. ഞാൻ മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറത്ത് പോകാൻ ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള വിസ ആപ്ലിക്കേഷൻ ഞാൻ 23 മാർച്ചിൽ സബ്മിറ്റ് ചെയ്തു. എല്ലാ പേപ്പർ വർക്കും പെട്ടെന്ന് അവർ ചെയ്തു. ഞാൻ പേയ്മെൻറ്റും ചെയ്തു. എൻ്റെ മെയ് 1st വീക്കിൽ എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ്, എൻ്റെ സ്പോൺസർഷിപ്പും എല്ലാം വന്ന് വിസ അപ്പോയിൻമെൻറ്റ് എനിക്ക് ഡേറ്റ് കിട്ടി. ഒരു തടസ്സവും അങ്ങനെ ഒന്നുമില്ലായിരുന്നു. 100% ഷുവറായിരുന്നു എനിക്ക് വിസ കിട്ടുമെന്ന്. പക്ഷേ 10 ദിവസത്തിനകം എനിക്ക് മെയിൽ വന്നു, എൻ്റെ വിസ റിജക്റ്റായി. എൻ്റെ സ്പോൺസർഷിപ്പിലെ സാലറി
UK അവിടത്തേക്കുള്ള സാലറിയുടെ ബേസിലല്ല എന്നുള്ളത്. ഏജൻസിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇത് വെറും 10 ദിവസം അല്ല 20 ദിവസം കൊണ്ട് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഓരോ ദിവസങ്ങൾ പോയി തന്ന സ്പോൺസർഷിപ്പുകാർ അവർ പറഞ്ഞു അവർക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ പിന്നെ ഞാൻ കുറേ ഇൻ്റർവ്യൂസും കൊടുക്കാൻ തുടങ്ങി. എല്ലാ മാസവും 1-2 ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ ആരും സ്പോൺസർഷിപ്പ് തരാൻ മുന്നോട്ട് വന്നില്ല. എനിക്ക് എന്തൊക്കെയോ കാരണം കൊണ്ട് അത് റിജക്റ്റ്. എൻ്റെ വിസ റിജക്റ്റ് ആയ അന്ന് മുതൽ ഞാൻ ഈ നിമിഷം വരെ എല്ലാ ആഴ്ചയിലും ഞാൻ മുടങ്ങാതെ ഇവിടെ വരുമായിരുന്നു. ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് എല്ലാ ശനിയാഴ്ച രാവിലെ ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കും. എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ ആരുമില്ല, ഞാൻ ഇത്രയും പൈസ കൊടുത്തു, എൻ്റെ വിസ എന്തുകൊണ്ടല്ല, എൻ്റെ സ്പോൺസർഷിപ്പ് എനിക്ക് ശരിയാവാത്ത എന്ത്. ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ സാക്ഷ്യം പറയുന്ന കേൾക്കും. അത് കഴിഞ്ഞ് സിസ്റ്റർ ആ സാക്ഷ്യത്തിൻ്റെ ഇതിലായിട്ട് വചനങ്ങൾ പറയും. അത് ഒരുപാട് മോട്ടിവേഷൻ എനിക്ക് തരുമായിരുന്നു. ഇല്ല, സാരമില്ല, സമയമാകുമ്പോൾ എനിക്ക് ശരിയാക്കി തരും, എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ ഞാൻ എന്നും ഇവിടുന്ന് അമ്മയുടെ അടുത്ത് കരയും. ഒരുപാട് കരഞ്ഞിട്ടാണ് ഇവിടുന്ന് ഞാൻ പോകുന്നത്. പക്ഷേ എന്നാലും ഇല്ല, എനിക്ക് കിട്ടും, എൻ്റെ പൈസ പോവില്ല, ഒരിക്കലും അമ്മ അതിനൊരിട വരുത്തില്ല എന്നൊരു ഉറപ്പോടെയാണ് ഞാൻ എന്നും പോകുന്നത്. അങ്ങനെ ഡിസംബറിൽ സ്പോൺസർഷിപ്പ് ഏജൻസി പറഞ്ഞ് ഇപ്പം ഒട്ടും അവിടുന്ന് തരുന്നില്ല, അവിടെ ഈ ഇലക്ഷനും ഓരോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ, കുറച്ച് ടൈം എടുക്കും. പക്ഷേ എന്തോ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്ത അവിടുന്ന് പെട്ടെന്ന് അവർ പറഞ്ഞു ഒരു ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴെല്ലാം ഞാൻ അമ്മ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഇൻ്റർവ്യൂ എല്ലാം ഓക്കെ, എപ്പോഴും ഓക്കെ ആവും. ലാസ്റ്റ് അവർ ഇൻ്റർവ്യൂ എടുത്തപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഓക്കെ വി വിൽ മീറ്റ് ഹിയർ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സ് പറഞ്ഞു എനിക്ക് ഇത് കിട്ടുമോ, ഇവനെന്ത് ബേസിലാണ് എന്നോട് പറഞ്ഞേ. ഓക്കെ, സൂൺ യു വിൽ ബി കമ്മിങ് ഹിയർ ആൻഡ് വി വിൽ ഗോയിങ് ടു മീറ്റ് വെരി സൂൺ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടി. ഡിസംബർ 28 എൻ്റെ സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടി. ജനുവരി 15 എൻ്റെ വിസ ആപ്ലിക്കേഷൻ, ഞാൻ എൻ്റെ പാസ്പോർട്ട് അമ്മ മാതാവിൻ്റെ ഇവിടെ എത്തി. ഞാൻ അൾത്താരെ വെച്ചിട്ട് തുറന്നു വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ പാസ്പോർട്ട് വിസ ഇല്ലാതെ വരരുത്, എൻ്റെ വിസ റിജക്റ്റ് ആവരുതിനി. ഞാൻ അങ്ങനെ പോയി അപ്പോയിൻമെൻറ്റ് കൊടുത്തു. 10 ദിവസം ഇല്ല, വെറും 4 ദിവസം കൊണ്ട് എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ വിസ അപ്രൂവ് ആയിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു ഞാൻ ഈ പാസ്പോർട്ട് ഞാൻ നോക്കില്ല, ഞാൻ ആ കൊറിയർ സെൻറ്ററിൽ നിന്ന് അതുപോലെ മേടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ആ ആൾത്താരയിൽ തന്നെയാണ് ആ പാസ്പോർട്ട് വിസ തുറന്ന് ഞാൻ വെച്ചത്. ഞാൻ എന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ലേറ്റായി ഇത് എല്ലാം മേടിച്ചുകൊണ്ട് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ ടിക്കറ്റ് കൂടെ വന്നിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന്. ഇന്ന് എൻ്റെ കയ്യിൽ എൻ്റെ ടിക്കറ്റുണ്ട്, എൻ്റെ പാസ്പോർട്ടുണ്ട്. ഞാൻ ഈ മാസം എൻഡിൽ കയറി പോവാണ്. എൻ്റെ അമ്മ മാതാവ് എന്നെ അത്രയ്ക്ക് എന്നെ സഹായിച്ച് എന്നെ ഒരുപാട്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ ആവശ്യങ്ങൾ എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. പക്ഷേ ഞാനൊന്ന് വിഷമിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ജപമാല ചൊല്ലും, എല്ലാ കാര്യം ചെയ്യും. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കും. എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാൻ തിരി കത്തിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് ഞാൻ സംസാരിക്കും, എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ. എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, സഹോദരങ്ങൾ ആരുമില്ല. അപ്പം എല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് പറയും. എൻ്റെ വിഷമങ്ങളെല്ലാം കേട്ട് എനിക്കതിനൊരു പരിഹാരം ആ നിമിഷം എനിക്ക് കിട്ടും. അത് ഞാൻ എപ്പോഴും ഓർക്കും. എല്ലാവരും പറയും അമ്മയെ സ്വപ്നത്തിൽ കണ്ടു അല്ലെങ്കിൽ പക്ഷെ ഞാൻ ഓർക്കും ഞാനിതുവരെ അമ്മയെ സ്വപ്നത്തിൽ കണ്ടില്ലല്ലോ, എനിക്കതെന്താ. പക്ഷേ ഞാൻ ഓർക്കും, പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഓരോ കാര്യം അമ്മയോട് പറയുമ്പം അതെനിക്ക് അടുത്ത ദിവസം അതിനൊരു മാർഗം കാണിച്ചു തരുന്ന ആരാ? എൻ്റെ അമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടുണ്ട്, എൻ്റെ യേശുവപ്പ എൻ്റെ കൂടുണ്ട്. അങ്ങനെ എൻ്റെ എല്ലാവരോടും പറയുകയാണ് എൻ്റെ വിസ ഞാൻ കയറി പോവാണ്. ഇതെൻ്റെ 2 കുഞ്ഞുങ്ങളാണ്. ഇവരുടെയും വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൽ കൊടുത്തിരിക്കുവാണ്. അമ്മ ഉറപ്പായിട്ടും അതും എനിക്ക് അപ്രൂവായി തരും. താമസിക്കാതെ അവരും എൻ്റെ കൂടെ കയറി വരും. പിന്നെ എൻ്റെ മോന് ഇപ്പം
11 വയസ്സുണ്ട്. കുഞ്ഞ് 9 വയസ്സ് വരെ കുഞ്ഞിന് കിടന്നു മുള്ളുന്നൊരു സ്വഭാവം, അവനറിയില്ല. അപ്പം അവൻ ഒരുപാട് ട്രൈ ചെയ്യും. രാത്രിയിൽ കഞ്ഞി കൊടുത്ത കഞ്ഞി വേണ്ട, ഞാൻ മൂത്രം ഒഴിക്കും, വെള്ളം കുടിക്കില്ല, അങ്ങനെ. അപ്പം പക്ഷേ രാവിലെ അലാറം വെക്കും, എന്നാൽ പോലും അവനറിയാതെ കുറേ നാട്ടുമരുന്ന് അങ്ങനെ കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വലിയൊരു ഇഷ്യൂ അല്ല. പക്ഷേ അവൻ ഓരോ ദിവസം വളർന്നു വരുമല്ലേ, അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട്. എന്ത് ചെയ്യണം? അവനെ ഞാൻ അടിക്കും, രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരുപാട് വഴക്ക്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. അവൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ ഇത് ഡെയിലി റുട്ടീനിലായി. അങ്ങനെ അതും ഞാൻ നിയോഗത്തിൽ വെച്ച് ഇന്നൊരു വർഷമായി എൻ്റെ കുഞ്ഞ് അതിൽ പിന്നെ കിടന്നു മുള്ളിയിട്ടില്ല. അങ്ങനെ അമ്മ ഒരുപാട് ഈ 2018 തൊട്ട് ഇന്ന് വരെ എന്നെ നടത്തിയതും എൻ്റെ 24 മണിക്കൂറും എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഞാൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഒരു സഹായവും ഇല്ലാതെ എനിക്ക് ഇത് ഉടമ്പടി എടുത്ത് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ ഒരു സ്ട്രോങ്നെസ്സാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു ഓക്കെ ഇല്ല, എല്ലാം ശരിയാകും, ആര് വിചാരിച്ചാലും ഒന്നും പറ്റില്ല, എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉള്ളവർ കൊണ്ട് ആർക്കും എന്നെ ഒന്നും പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ മേലിലാണ് ഈ നിമിഷം വരെ ജീവിക്കുന്ന. മുന്നോട്ടും അത് തന്നെയാണ്. അമ്മ മാതാവിനും യേശുവപ്പയും വിട്ടൊരു ജീവിതം ഇല്ല. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40:30 തിരുവചനം മുതലുള്ള വാക്യങ്ങളാണ് നാം ശ്രവിച്ചത്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ എല്ലാം കൃപയ്ക്കുമേൽ കൃപ നൽകി സമ്പന്നനാക്കുന്ന തമ്പുരാൻ്റെ പുതിയ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയെടുത്ത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൂട്ടും തുണയും സഹായവും സംരക്ഷകനുമൊക്കെയായിട്ട് ദൈവം മാത്രം എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തോടെ മുമ്പോട്ട് ജീവിക്കുന്ന എത്രയോ മക്കളാണുള്ളത്. ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവത്തോട് സംസാരിക്കുന്നു, അതായത് മണിക്കൂറുകൾ താൻ സംസാരിക്കുമെന്നാണ് ഈ മകൾ പറഞ്ഞത്. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് സംസാരിച്ചു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 33 നാം വായിക്കുന്നുണ്ട്. കർത്താവ് മാത്രമല്ല മോശയോട് സംസാരിച്ചത്, മോശയും സംസാരിക്കുമായിരുന്നു. അതിനൊരു ഹൃദയ അടുപ്പം വേണം. മോശ ചോദിക്കുന്നുണ്ട്, ഈ ജനത്തെ പ്രസവിച്ചത് ഞാനാണോ? ഇതെന്തിനാണ് എൻ്റെ ചുമലിൽ ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം കെട്ടിവെച്ചത്? അപ്പോൾ അതൊരു സ്വതന്ത്രമായ വളരെ ഹൃദയ അടുപ്പമുള്ളവരാണ് അല്പം സ്വാതന്ത്ര്യത്തോടെയൊക്കെ സംസാരിക്കുക. ഇവിടെ ദൈവത്തോട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്ന മോശയെ പോലെ എങ്ങനെയാണ് ഉടമ്പടിയെടുത്ത പല മക്കളും ഇന്ന് ഞങ്ങൾ ഈശോയോട് സംസാരിക്കുന്നു, മാതാവിനോട് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ പറയുകയാണ്. അങ്ങനെ പുതിയ ഉടമ്പടി വാഹകരാകുകയാണ് ഓരോ വ്യക്തികളും. ഈ മകളുടെ ജീവിതത്തിൽ എങ്ങനെ പിന്നീട് ഈ മകൾക്ക് തൻ്റെ ഓരോ തകർച്ചകളും ഉയർച്ചകളാക്കി മാറ്റുവാനായിട്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ സാധിച്ചു. 20 വർഷമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടില്ല, അത് UP ആണ്. എന്നാൽ ഈ മകൾക്ക് വേണ്ടി അവിടെ അമ്മ പലരെയും ഒരുക്കുന്നു. തനിക്ക് പോകുവാൻ യാതൊരു നിവൃത്തിയുമില്ല, പണം കൊടുക്കുവാൻ പണമില്ല കയ്യിൽ. അങ്ങനെയുള്ളപ്പോൾ അമ്മ അവിടെ പ്രവർത്തിക്കുന്നു. 25 വർഷത്തിലധികമായി സ്വന്തം പേരിൽ ഒന്നുമില്ല. തനിക്ക് ലോൺ എടുക്കണമെങ്കിൽ തൻ്റെ തർക്കത്തിൽ കിടക്കുന്ന ഭൂമി അത് ഏറ്റെടുക്കണം. അവിടെയൊക്കെ അമ്മ എങ്ങനെയാണ് പ്രവർത്തിക്കുക? അതുകൊണ്ടാണ് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന ഉടമ്പടി മക്കളുടെ സാക്ഷ്യം ഈ അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തകർന്ന് ഇരിക്കുമ്പോൾ നാം നിരാശരാകരുത്. എല്ലാ ആഴ്ചയിലും ഞാനിവിടെ വരുമായിരുന്നു, എനിക്ക് അമ്മയല്ലാതെ വേറെ ആശ്രയമില്ല. ചെന്നൈയിൽ നിന്ന് ഇവിടെ എല്ലാ ആഴ്ചയിലും വരിക, അമ്മയെ കണ്ടിട്ട് പോവുക. ഇതിനൊക്കെ ഒരു റിസ്ക് ഇല്ലേ പ്രിയപ്പെട്ടവരെ? ആ റിസ്ക്, നാം കൊടുക്കുന്ന പേയ്മെൻറ്റ്, അത് മാത്രമാണ് ദൈവം കാണുന്നത്. നമ്മുടെ മനസ്സും മനോഭാവവും ദൈവം അറിയുന്നു എന്നതുകൊണ്ടാണ് പറയുക. നാം എങ്ങനെ ഇവിടെ വരുന്നു ഉടമ്പടി എടുക്കുവാൻ? ഉടമ്പടി എടുത്ത് എന്തെങ്കിലും ആകട്ടെ, കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു ചിന്തയാണോ നമുക്കുള്ളത്? നാം അതിനുവേണ്ടി എത്രമാത്രം ത്യാഗം സഹിക്കുന്നു?
ത്യാഗം സഹിക്കുന്നവർക്കാണ് അതിൻ്റെ ഫലം കൊയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കൈകെട്ടിയിരുന്നാൽ നമുക്കത് സാധിക്കില്ല. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, വിചിന്തനം ചെയ്യാം. ഇവിടെ ഇരുന്ന് തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ നാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അന്യമല്ല, തടസ്സമല്ല. അത് നമുക്ക് മറന്നു പോകാതിരിക്കാം. അമ്മ നമ്മോടൊപ്പമുണ്ട്. ഈശോയെയും കൊണ്ടാണ് അമ്മ നമ്മോടൊപ്പം വന്നിരിക്കുന്നത്. നമുക്ക് ശക്തിയായി തുണയായി ദൈവമുണ്ട്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.